नमस्ते बच्चों, कैसे हैं सब? എല്ലാവർക്കും സുഖമല്ലേ? पिछली कक्षा में हमने एक कहानी सीखी थी, याद है सबको? ഓർമ്മയുണ്ടോ എല്ലാവർക്കും? ഏത് കഥയാണ്? हाँ, ठाकुर का कुआं। कहानीकार का नाम क्या है? हाँ, प्रेमचंद है ना? കുട്ടികളെ, സ്വന്തം ജീവിതത്തിൽ തന്നെ അനേകം കഷ്ടതകൾ അനുഭവിച്ചു വന്ന പ്രേംചന്ദ് തൻ്റെ അനുഭവങ്ങളിൽ കൂടിയാണ് ഈ കഥകൾ എല്ലാം എഴുതിയിട്ടുള്ളത്. ധാരാളം നോവലുകളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. കുട്ടികളെ, ഇത്തരത്തിൽ ജനഹൃദയം കീഴടക്കിയ ഒരു കഥയാണ് ठाकुर का कुआं. बच्चों, बताइए इस कहानी का प्रमुख पात्र कौन कौन है? हाँ, याद है? हाँ, जोकू और गंगी. जोकू और गंगी दोनों पति पत्नी है. जोकू बीमार है और वो प्यास से तड़प रहा है ना? ജോക്കുവിന് അസുഖമായിരുന്നു അല്ലേ? ആ, ദാഹിച്ച് വലഞ്ഞ ജോക്കുവിന് വെള്ളം കുടിക്കാൻ വേണ്ടി വളരെ ആവശ്യമായി വന്നു. പക്ഷേ വെള്ളം കുടിക്കാൻ അവിടെ ഒരു കിണറുണ്ടായിരുന്നു. അതിൽ മലിനമായ ജലമായിരുന്നു അല്ലേ? ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചല്ലോ. ഉസ്കോ പീനെ കെ ലിയെ പാനി ഥാ ലേക്കിൻ വോ പാനി ഗന്ധാ ഥാ. എന്നാൽ ഗംഗയ്ക്ക് വെള്ളമെടുക്കുവാൻ വേറെ കിണറുകൾ ആ ഗ്രാമത്തിൽ ഇല്ലെന്നാണോ? നഹി ബച്ചോ, ഇസ് ഗാവ് മേ അന്യ ദോ കുവേ ഹേ. ഏക് ठाकुर का कुआं और दूसरा साहू का कुआं. इन दोनों कुओं में से गंगी को पानी ले सकती है? नहीं, इन दोनों कुओं में से गंगी को पानी नहीं ले सकती. क्यों? निम्न जाति की स्त्री होने के कारण है ना? കുട്ടികളെ, ആ ഗ്രാമത്തിൽ വേറെ 2 കിണറുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു അത്? ഒന്ന് ഠാക്കൂറിൻ്റെ കിണറും മറ്റേത് സാഹുവിൻ്റെ കിണറും അല്ലേ? ആ 2 കിണറുകളിൽ നിന്നും ഗംഗയ്ക്ക് വെള്ളമെടുക്കാൻ കഴിയുമായിരുന്നോ? ഇല്ല. എന്തായിരുന്നു കാരണം? താഴ്ന്ന ജാതിയിലുള്ള ആളുകൾക്ക്, സ്ത്രീ ആയതുകൊണ്ട് തന്നെ ഗംഗയ്ക്ക് ആ കിണറ്റിൽ നിന്നും 2 കിണറുകളിൽ നിന്നും വെള്ളമെടുക്കുവാൻ കഴിയുകയില്ലായിരുന്നു. ഇതെല്ലാം നമ്മൾ പഠിച്ചു. എല്ലാവർക്കും ഓർമ്മ വരുന്നുണ്ടോ? ഗംഗി ആ മലിനമായ വെള്ളം കുടിക്കാൻ വേണ്ടി നൽകിയോ? ജോക്കുവിന് നൽകിയോ ആ വെള്ളം? ഇല്ല. തോ ഉസ് ഗന്ദാ പാനി ഗംഗീനെ ജോക്കു കോ പീനെ കെ ലിയെ നഹീ ദിയ. ഫിർ ക്യാ കിയാ ഗംഗീനെ? പിന്നെ എന്തു ചെയ്തു? വേറെ വെള്ളം അന്വേഷിച്ചു പോയി അല്ലേ? ബച്ചോ, ഗംഗി രാത് കോ പാനി ലേനെ കെ ലിയെ നികൽ പടി. കഹാ സേ? ഠാക്കൂർ കാ കുവേ സേ ഹേ നാ? അവിടെ ചെന്നയുടനെ ഗംഗയ്ക്ക് വെള്ളമെടുക്കാൻ കഴിഞ്ഞോ? ഇല്ല. കാരൺ ക്യാ ഹേ? വഹാ ഠാക്കൂർ കെ ദർവാസെ പർ കുച്ച് ലോഗ് ബാത്തേ കർ രഹേ ഥേ. ആ കിണറിൻ്റെ ഭാഗത്തോട്ട് അവരുടെ വിളക്കിൻ്റെ പ്രകാശം കൂടി വരുന്നുണ്ടായിരുന്നു. ഇതെല്ലാം ഗംഗയ്ക്ക് വെള്ളമെടുക്കാൻ തടസ്സമായി തീർന്നു. ഗംഗി ഒരു പാത്രം വെള്ളമെടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഗംഗി കെ വിദ്രോഹി മൻ ധര ധര കെ വിചാരോ സെ ഭർനേ ലഗ. കുട്ടികളെ, ഠാക്കൂറിൻ്റെയും മറ്റും മോശപ്പെട്ട പ്രവൃത്തികൾ ഗംഗി ഓരോന്നോരോന്നായി ആലോചിക്കുകയായിരുന്നു. രാത്രിയിൽ ഠാക്കൂറിൻ്റെ കിണറ്റിൻ്റെ അരികിൽ വെള്ളമെടുക്കാനായി കാത്തിരിക്കുന്ന ഗംഗയ്ക്ക് ഇതുവരെ ഒരു പാത്രം വെള്ളമെടുക്കാൻ കഴിഞ്ഞില്ല. ഗംഗി അബ് ക്യാ കർ രഹി ഹേ? അവസർ കി പ്രതീക്ഷ കർ രഹി ഹേ. കിസ്കെ ലിയെ? പാനി ലേനെ കെ ലിയെ. കിണറ്റിനരികിൽ വെള്ളമെടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഗംഗയുടെ മുന്നിൽ വീണ്ടും തടസ്സങ്ങൾ വരികയാണ്. ബച്ചോ, അബ് ആഗെ കി കഹാനി ദേഖേ. कुएं पर किसी के आने की आहट हुई. गंगी की छाती थक थक करने लगी. कहीं देख ली तो गजब हो जाए. एक लात भी तो नीचे न पड़े.
बच्चों, इस समय कुएं पर किसी की आने की आहट हुई। आहट क्या है? आहट कालൊച്ച, लाइट साउंड ऑफ फुटस्टेप्स। उस समय कुएं पर कोई कुएं पर आ रहा है, उसकी आवाज़ സുനായി പടി. ആരോ കിണറിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്, അതിൻ്റെ ശബ്ദമാണ് കേട്ടത്. ആരോ കിണറിൻ്റെ അരികിലേക്ക് വരുന്ന കാലച്ച കേട്ടപ്പോൾ നമ്മുടെ ഗംഗിയുടെ അവസ്ഥ എന്തായിരിക്കും? ഒന്ന് ഓർത്തു നോക്കിയേ. ഗംഗി കി ഛാത്തി ധക് ധക് കർണേ ലഗി. ധക് ധക് കർണ മാനെ ക്യാ ഹേ? ഹൃദയം ഇടിക്കുക. ഛാത്തി ഹൃദയം. तो किसी की आहट सुनकर गंगी की हृदय धक धक करने लगी. बच्चों, गंगी भयभीत हो गई. ഗംഗിക്ക് വീണ്ടും ഭയം തോന്നാനുള്ള കാരണം എന്തായിരിക്കും? ആകെ ദേഖേ കൈ ദേഖ് ലേ തോ ഗസബ് ഹോ ജായേ. ഹാ, ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ പറയണ്ട, കഥ കഴിഞ്ഞു അല്ലേ? യഹാ ഗസബ് കാ അർത്ഥ ക്യാ ഹേ? ആപത്ത്. हाँ, कहीं देख लिए तो आपत हो जाएगी. हाँ, बड़ी हानि हो जाएगी. क्या हानि हो जाएगी? एक लात भी तो नीचे न पड़े. क्या है? एक लात भी तो नीचे न पड़े. हाँ, ഒരു ചവിട്ടും ഒരു തൊഴിയും വെറുതെ ആയിത്തീരുകയുള്ള. ലാത്ത് മാനെ ക്യാ ഹേ? ലാത്ത് കാലുകൊണ്ടുള്ള ചവിട്ട്, തൊഴി എന്നൊക്കെ പറയാം. ബച്ചോ, കൈ ഗംഗി തോ വഹാ ദേഖ് ലിയാ തോ ഓ ലോഗ് ക്യാ കരേങ്കെ? ലാത്ത് മാറേങ്കെ. ഹാ, അവിടെ ഗംഗിയെ ആരെങ്കിലും കണ്ടാൽ എന്ത് ചെയ്യും എന്നാണ് ഗംഗി ചിന്തിക്കുന്നത്. ആ, നല്ല കാലുകൊണ്ട് നല്ല തൊഴി കൊടുക്കും അല്ലേ? അങ്ങനെയാണ് ഗംഗി ഭയപ്പെടുന്നത്. കുട്ടികളെ, അവർ ആരെങ്കിലും ഗംഗിയെ അവിടെ കണ്ടാൽ വലിയ ആപത്താണ്. ഒരു ചവിട്ടുപോലും അവർ പാഴാക്കുകയില്ല എന്നാണ് ഗംഗി പറയുന്നത്. ഇസ്ലിയേ ഗംഗി ക്യാ കർണേ ലഗി? ബച്ചോ, ഗംഗി അബ് തക് കഹാ ബൈഠ് രഹി തീ? ഗംഗി എവിടെ ഇരിക്കുകയായിരുന്നു? ഗംഗി കിണറ്റിൻ്റെ മറവിൽ വെള്ളമെടുക്കാനായി കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ അവിടെയും ഇരിക്കാൻ കഴിയുന്നില്ല. അങ്ങനത്തെ അവസ്ഥയായി തീർന്നു. तो गंगी ने क्या किया? उसने घड़ा और रस्सी उठा ली. इधर रस्सी क्या है? रस्सी कायर. और घड़ा क्या है? घड़ा कुड़म. गंगी ने घड़ा और रस्सी हाथ में उठाकर क्या किया? कर चलते हुए एक वृक्ष के अंधेरे छाये में जाकर खड़ी हुई. कैसे चलकर खड़ी हुई? झुककर चलकर खड़ी हुई. झुककर माने क्या है? കുനിഞ്ഞ്, ആരും കാണാതെ കുനിഞ്ഞു പോയി അങ്ങനെ ഒളിച്ച് ഇരുന്നു. കുട്ടികളെ, ഗംഗി എന്തു ചെയ്തു? കിണറിൻ്റെ അടിയിൽ കൂടെ പതുക്കെ കുനിഞ്ഞ് ഒരു വൃക്ഷത്തിൻ്റെ മറവിൽ പോയി അങ്ങനെ മറഞ്ഞു നിന്നു, ആരും കാണാതിരിക്കാൻ വേണ്ടി. മനസ്സിലായോ? അപ്പോഴും ഗംഗയുടെ മാനസിക നില എന്തായിരിക്കും? പല വിപ്ലവ ചിന്തകൾ സ്വാഭാവികമായും ഗംഗയുടെ മനസ്സിൽ വന്നു കാണും അല്ലേ? കബ് ഇൻ ലോഗോं को दया आती है किसी पर? बेचारे महंगू को इतना मारा कि महीनों लहू थूकता रहा, इसलिए तो कि उसने बेगार न दी थी. इस पर ये लोग ऊंचे बनते हैं. वहाँ खड़ी होकर गंगी क्या सोचती है? ठाकुर जैसे लोग कभी किसी पर दया करते हैं क्या? कभी नहीं करते. ठाकुर जैसे लोग कभी नहीं किसी के ऊपर दया करते नहीं है. कभी नहीं करते. यही सोच रहे. ഠാക്കൂറിനെ പോലെയുള്ളവർ ആരോടും ദയ കാണിക്കുകയില്ല എന്നുള്ളതിന് ഒരു ഉദാഹരണം കൂടി ഗംഗയുടെ മനസ്സിൽ ഉയർന്നു വരികയാണ്. ബേചാരെ മെഹങ്കു കോ ക്യോ മാറാ ഥാ? क्योंकि उसने बेगार न दी थी. बेगार क्या है? बेगार बिना मजदूरी कराए जाने वाला काम. കൂലിയില്ലാത്ത ജോലി, അതാണ് ബേഗാർ.
കൂലിയില്ലാതെ ജോലി ചെയ്യാൻ മടിച്ച മെഹങ്കുവിനെ അവർ എത്രമാത്രം തല്ലിയെന്നാണോ. ബേചാരെ മെഹങ്കു മെഹീനോ ലഹു ധൂക്തേ രഹ. ലഹു ധൂക്ന ഏ ക്യാ ഹേ? രക്തം തുപ്പുക, സ്പിറ്റിംഗ് ഓഫ് ബ്ലഡ്. കൂലിയില്ലാതെ ജോലി ചെയ്യുകയില്ല എന്ന ഒരൊറ്റ കാരണത്താൽ അടി ലഭിച്ചു, തല്ല് കിട്ടി. തല്ല് കിട്ടുകയും മാസങ്ങളോളം രക്തം തുപ്പി നടക്കുകയും ചെയ്തു. രക്തം തുപ്പി നടക്കേണ്ട ഗതികേട് മെഹങ്കുവിന് വന്നു. ഇത്തരം നീച പ്രവൃത്തികൾ ചെയ്യുന്നവർ എങ്ങനെയാണ് വലിയവരാകുന്നത് എന്നാണ് ഗംഗി ഇവിടെ ചിന്തിക്കുന്നത്. യഹി ബാത് ഗംഗി ബി സോച്തി ഹേ, ഇസ് പർ ഇൻ ലോഗ് ഊഞ്ചെ ബൻതേ ഹേ. കുട്ടികളെ, ഗംഗി വൃക്ഷത്തിൻ്റെ മറവിലേക്ക് മാറുവാനുണ്ടായ കാരണം എന്താണ്? ആരാണ് ആ സമയത്ത് കിണറിൻ്റെ അരികിലേക്ക് വന്നത്? ആകെ ദേഖേ. कुएं पर स्त्रियां पानी भरने आई थी, इनमें बात हो रही थी. उस समय पानी भरने के लिए दो स्त्रियां वहाँ आई थी. उनके बीच वार्तालाप हो रहे थे. खाना खाने चले और हुक्म हुआ कि ताज़ा पानी भर लाओ, खड़े के लिए पैसे नहीं है. हम लोगों को आराम से बैठे देखकर जैसे मर्दों को जलन होती है. ഇവിടെ ആ രണ്ട് സ്ത്രീകൾ തമ്മിലുള്ള സംഭാഷണം വഴി അക്കാലത്തെ പുരുഷ മേധാവിത്വത്തിൻ്റെ സൂചന നമുക്ക് ലഭിക്കുന്നില്ലേ? ഹുക്കും ഇസ്കാ മതലബ് ക്യാ ഹേ? ആജ്ഞ, ആദേശ്. താസ ക്യാ ഹേ? താസ ഫ്രഷ് വാട്ടർ, ശുദ്ധജലം, പുതിയ വെള്ളം കൊണ്ടുവരാനാണ് പറയുന്നത്. താസ പാനി ലാനെ കെ ലിയെ ആജ്ഞ ദേത്താ ഹേ, ലേക്കിൻ ഏക് ഖഡേ കെ ലിയെ പൈസ നഹീ ദേത്താ ഹേ. ഇങ്ങനെയാണ് അവർ തമ്മിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. അതെ, പുതിയ വെള്ളം കൊണ്ടുവരാൻ പറയുന്ന ആൾ ഒരു കുടത്തിനുള്ള പൈസ പോലും തരികയില്ല. ഇങ്ങനെയാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. യേ സുൻകർ ദൂസരി സ്ത്രീ ക്യാ कहती है, क्या बताती है? हम लोगों को आराम से बैठे देखकर जैसे मर्दों को जलन होती है. इधर आराम का अर्थ क्या है? आराम विश्रमम. घर के स्त्रियों को आराम से बैठे देखकर मर्दों को जलन होता है. इधर मर्द कौन है? मर्द माने पुरुष. पुरुष, हाँ, പുരുഷന്മാർക്ക് സ്ത്രീകൾ ജോലി ചെയ്യാതെ വെറുതെ ഇരിക്കുന്നത് കാണുമ്പോൾ ജലൻ ഹോത്താ ഹേ. ജലൻ ക്യാ ഹേ? ഭയങ്കര അസൂയയാണ് എന്നാണ് ആ സ്ത്രീ പറഞ്ഞത്. സ്ത്രീകൾ ഒന്ന് വിശ്രമിക്കുന്നത് കണ്ടാൽ പല പുരുഷന്മാർക്കും അസൂയ തോന്നും എന്നാണ് ആ സ്ത്രീ ഇവിടെ സമർത്ഥിക്കുന്നത്. अब आगे की बातचीत देखें. हाँ, ये तो न हुआ कि कलीसिया उठाकर भर लाते, बस हुक्म चला दिया कि ताज़ा पानी लाओ, जैसे हम लौंडिया ही तो है. इधर कलसिया का अर्थ क्या है? कलसिया का अर्थ खड़ा ही है, कुडम. स्वयं पुरुष खड़ा उठाकर पानी भरकर नहीं लाता है, बस स्त्रियों को आज्ञा देते हैं जैसे वे लांटिया है. इधर लांटिया कौन है? लांटिया सर्वेंट, दासी. यहाँ शिकायत क्या है? स्वयं पुरुष खड़ा उठाकर पानी नहीं लेके आता है. स्त्रियों को आज्ञा देते हैं कि पानी लाओ, ताज़ा पानी लाओ, जैसे वो लांटिया है. സ്വന്തമായിട്ട് അവർ വെള്ളം കൊണ്ടുവരത്തില്ല, എന്നാൽ സ്ത്രീകളോട് ആജ്ഞാപിക്കുകയാണ് പുതിയ വെള്ളം കൊണ്ടുവരാനായിട്ട്. അപ്പം മനസ്സിലായോ അവർ തമ്മിലുള്ള സംഭാഷണം? ബച്ചോ, യേ സുൻകർ ദൂസരി സ്ത്രീ ബി ഉസ്കാ സമർത്ഥൻ കർത്തി ഹേ. लौंडिया नहीं तो और क्या हो तुम? रोटी कपड़ा नहीं पाती, 10-5 रुपए भी छीन चपट कर ले ही लेती हो, और लौंडिया कैसी होती है? दूसरी स्त्री भी क्या कहती है? तुम दासी भी हो, क्योंकि स्त्रियों को रोटी कपड़े आदि नहीं मिलते हैं. 10-5 रुपये छीन चपट कर ही वो लेती है. छीनना चपटना ये दोनों का अर्थ एक ही है, മാനെ തട്ടിയെടുക്കുക. അന്നത്തെ സ്ത്രീകളുടെ കഷ്ടപ്പാടുകൾ
പുരുഷ മേധാവിത്വം, ഇതൊക്കെയാണ് അവിടെ ആ സ്ത്രീകൾ വർണ്ണിച്ചുകൊണ്ടിരുന്നത്. ആവശ്യത്തിനുള്ള ആഹാരമോ വസ്ത്രമോ കിട്ടുകയില്ല. 5-10 രൂപ തട്ടിയെടുത്താലായി, എന്ന് വെച്ചാൽ വല്ല വിധേനെ 5-10 രൂപ കിട്ടിയാലായി. ദാസിമാരെ പോലെയുള്ള അവസ്ഥയാണ് സ്ത്രീകൾക്ക് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. ജി തരസ്ന മനെ ക്യാ ഹേ? ജി തരസ്ന മനസ്സ് കൊതിക്കുക. ദിവസം മുഴുവൻ ജോലി ചെയ്തുകൊണ്ടേയിരിക്കണം. ഒന്ന് വിശ്രമിക്കാൻ മനസ്സ് ആഗ്രഹിക്കും, എങ്കിലും കഴിയുകയില്ല എന്നാണ് അവർ പറയുന്നത്. ഹാ, घर की स्त्रियों को दिन भर आराम करने के लिए समय भी नहीं मिलता. आगे वो क्या कहती है, सुनिए. मत लजाओ दीदी, जिन भर आराम करने को जी तरस कर रह जाता है. इतना काम किसी दूसरे के घर घर कर देती तो इससे कहीं आराम से रहती. ऊपर से वो एहसान मानता. यहाँ काम करते करते मरी जाओ, पर किसी का मुँह ही सीधा नहीं होता. इतना काम किसी दूसरे के घर में करते हैं तो इससे आराम मिलते हैं. इतना नहीं वो एहसान भी मानता है. एहसान क्या है? നന്ദി. കുട്ടികളെ, അവർ പറയുകയാണ്, സ്വന്തം വീട്ടിൽ ചെയ്തിരുന്ന ജോലി മറ്റേതെങ്കിലും വീട്ടിൽ ചെയ്തെങ്കിൽ ഇതിനേക്കാട്ടിൽ വിശ്രമവും ലഭിക്കുമായിരുന്നു, കൂടെ നന്ദിയും കടപ്പാടും ലഭിച്ചേനെ. സ്ത്രീയോं की दशा क्या है? अपने घरों में काम करते करते मरी जाते तो भी किसी का मुंह सीधा नहीं होता. मुंह सीधा न होना, इसका मतलब क्या है? मुंह तृप्त न होना, ആർക്കും തൃപ്തിയാവുകയില്ല എന്നാണ് അർത്ഥം. വീട്ടിലെ സ്ത്രീകൾ എത്ര ജോലി ചെയ്താലും ആർക്കും തൃപ്തിയാവുകയില്ല. ഇങ്ങനെ പരാതികൾ പറഞ്ഞ് ആ സ്ത്രീകൾ വെള്ളം കോരുകയാണ്. അവർ വെള്ളം കോരി പോകുന്നത് നോക്കിയിരിക്കുകയാണ് നമ്മുടെ ഗംഗി. എന്തിനു വേണ്ടി? വെള്ളമെടുക്കുന്നതിന് വേണ്ടി. അബ് ആഗേ കി കഹാനി ദേഖേ. ബച്ചോ, दोनों स्त्रियां पानी भरकर चली गई तो गंगी अब कहाँ खड़ी है? वृक्ष की छाया में. स्त्रियों को जाते देखकर ഗംഗി കുവേ പാസ് ആ ഗയി. കുട്ടികളെ, ആ രണ്ട് സ്ത്രീകളും പോയി കഴിഞ്ഞതും ഉടനെ തന്നെ ഗംഗി പതുക്കെ പതുക്കെ കിണറിൻ്റെ അടുത്തേക്കെത്തി. ഇനിയെങ്കിലും ഗംഗയ്ക്ക് വെള്ളമെടുക്കാൻ കഴിയുമോ? ആഗേക്ക് കഹാനി ദേഖിയേ. बेफिक्रे चले गए थे. ठाकुर भी दरवाजा बंद कर अंदर आंगन में सोने जा रहे थे. गंगी ने क्षणिक सुख की सांस ली. किसी तरह मैदान तो साफ हुआ. वहाँ ठाकुर के दरवाजे पर कुछ लोग बातें कर रहे थे ना, वो भी चले गए थे. हाँ, ഠാക്കൂറിൻ്റെ വാതിൽക്കൽ കുറച്ച് ആളുകൾ ഒരു പണിയൊന്നുമില്ലാതെ ഇരിപ്പുണ്ടായിരുന്നല്ലോ, അവർ പോയി കഴിഞ്ഞിരുന്നു. ഠാക്കൂർ ഭി ദർവാസ ബന്ദ് കർക്കെ സോനെ ജാ രഹാ ഥാ. എന്തായിരിക്കും ഇപ്പോൾ ഗംഗയുടെ അവസ്ഥ? കുവേ സേ പാനി ലേനെ കാ അവസർ അബ് സാമനെ ഹേ, വഹാ കോയി ഭി നഹി, മൈദാൻ തോ സാഫ് ഹേ. ഇനി ഗംഗയെ തടസ്സപ്പെടുത്താൻ ആരും തന്നെയില്ല. ഇസ് സമയം ഗംഗയ്ക്ക് അവസ്ഥ ക്യാ ഹോഗി? ഗംഗീനെ ക്ഷണിക് സുഖ് കി സാസ് ലി. സാസ് ലേന മനെ ക്യാ ഹേ? ശ്വാസമെടുക്കുക. ഹാ, ഇനി അല്പനേരം ഒന്ന് ശ്വാസമെടുത്തു. ഒരു അല്പസമയത്തെ ഇടവേളയ്ക്ക് വേണ്ടി ചെറിയ ഒരു ശ്വാസമെടുത്തു. അതെ, അല്പനേരം ഗംഗയ്ക്ക് ആശ്വസിക്കാനുള്ള സമയം കിട്ടി. ഇനി എന്ത് ചെയ്യണം? കിണറ്റിൽ നിന്ന് വെള്ളമെടുക്കണം, അത്ര മാത്രമേ ഉള്ളൂ. എല്ലാവരും പോയി കഴിഞ്ഞു അല്ലേ? ബച്ചോ, ആകെ ഗംഗീനെ ക്യാ കിയാ ഹോഗാ? കഹാനിക്കാർ ഇസ്കാ വർണ്ണൻ കിസ് പ്രകാർ കർത്തെ ഹേ, ദേഖ് ലേ. अमृत चुरा लेने के लिए जो राजकुमार किसी जमाने में गया था, वो भी शायद इतनी सावधानी के साथ और समझ बूझकर नहीं चढ़ी. विजय का ऐसा अनुभव उससे पहले न हुआ था. बच्चों, गंगी को पानी लेना ही है, उसके लिए वो
अनुकूल अवसर है ना, गंगी कुएं के पास कैसे गई होगी। इस प्रकार कोई राजकुमार अमृत चुरा लेने के लिए किसी राजधानी में ऐसे छुप कर गया था, ऐसे बड़ी सावधानी से वो चली गई। സാവധാനി, ജാഗ്രത, കെയർഫുൾ. ഏതോ കഥയിൽ പറയുന്നത് പോലെ രാജകുമാരൻ അമൃത് മോഷ്ടിക്കാൻ എങ്ങനെയായിരിക്കും പോയത്? വളരെ ജാഗ്രതയോടെ, വളരെ സാവധാനത്തിൽ അല്ലേ? അതുപോലെയാണ് നമ്മുടെ ഗംഗി വെള്ളമെടുക്കാൻ പോയത്. ഗംഗി ഭി ഉസി സാവധാനി കെ സാത്ത് पानी लेने के लिए कुएं के पास पहुंची. फिर क्या हुआ? कि दबे पाव कुएं की जगत पर चढ़ी. विजय का ऐसा अनुभव उससे पहले न हुआ था. पानी लेने के लिए गंगी कुएं के जगत पर कैसे चढ़ गई? ദബേ പാവ്, കാലച്ച ഉണ്ടാക്കാതെ. ആ കിണറ്റിൻ്റെ തിട്ടയിലേക്ക് വെള്ളമെടുക്കാനായി ഗംഗി കയറി. കുട്ടികളെ, വിജയത്തിൻ്റെ ഇത്തരം ഒരനുഭവം ഇതിനു മുമ്പ് ഗംഗയ്ക്കുണ്ടായിട്ടുണ്ടോ? അതായത് കിണറ്റിൽ നിന്നും, ഠാക്കൂറിൻ്റെ കിണറ്റിൽ നിന്നും ഇതുവരെ വെള്ളമെടുക്കാൻ ഇതുപോലെ ഒരു അവസരം ഗംഗയ്ക്ക് ലഭിച്ചിട്ടില്ല. വിജയ് കാ ഐസാ അനുഭവം പെഹലെ ന ഹുവാ ഥാ. കുട്ടികളെ, ഇതുവരെ നടന്ന കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടി ആലോചിച്ച് നോക്കാം. ഗംഗീനെ अपने पति जोकू को बदबूदार पानी पीने के लिए दिया? नहीं, गंगी ने अपने पति जोकू को बदबूदार पानी पीने के लिए नहीं दिया. गंगी जानती थी अन्य दो कुओं में पानी नहीं ले सकती. हाँ, वो अच्छी तरह जानती थी कि निम्न जाति की स्त्री होने के कारण उसको वो दोनों कुओं में से पानी नहीं ले सकती. फिर भी उसने क्या किया? गंगी पानी लेने के लिए रात को निकल पड़ी. तो गंगी कुएं के पास पहुंची, पर वो पानी नहीं ले सकती थी. क्यों? क्योंकि ठाकुर के दरवाजे पर कुछ लोग बातें कर रहे थे. वहाँ से धुंधला प्रकाश भी कुएं के पास आ रहा था. ये नहीं, दो स्त्रियां भी उस समय पानी लेने के लिए कुएं के पास आई थी. कुछ देर बाद वहाँ बैठे हुए लोग चले गए थे. स्त्रियों भी पानी लेकर चली गई. ठाकुर भी दरवाज़ा बंद करके सोने के लिए चले गए. अब समझ गया ना गंगी को विजय का अनुभव क्यों हो गया था? क्योंकि गंगी को ठाकुर के कुएं से पानी लेने के लिए अब कोई बाधा नहीं. जिंदगी में पहली बार उसको अवसर मिल गया. क्या करने के लिए? ठाकुर के कुएं से पानी लेने के लिए अवसर मिल गया. बच्चों, अगली कक्षा में कहानी की बाकी भाग हम देखेंगे. ഗംഗയ്ക്ക് വെള്ളമെടുക്കാൻ കഴിഞ്ഞോ? ഗംഗയ്ക്ക് വെള്ളമെടുക്കുവാൻ കഴിഞ്ഞോ? എന്തു സംഭവിച്ചു കാണും? ഇതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് വർക്ക്ഷീറ്റ് കൂടി തരാം. അതെല്ലാവരും ചെയ്യണേ. കാര്യപത്രിക 1 ചിത്ര പഹചാനെ. കുറേ ചിത്രങ്ങൾ താഴെ തന്നിട്ടുണ്ട്. അവയുടെ പേരുകൾ കോളത്തിൽ എഴുതുക. കാര്യപത്രിക 2 സഹി മിലാൻ കരോ. താഴെ തന്നിരിക്കുന്ന ഹിന്ദി വാക്കുകളുടെ അർത്ഥം മലയാളത്തിൽ തന്നിട്ടുണ്ട്. അത് തിരഞ്ഞെടുത്ത് എഴുതുക. കാര്യപത്രിക 3 പദ് സൂര്യ की पूर्ति करें. ജാതി പ്രഥ ഏക് അഭിശാപ് ഹേ. ജാതി പ്രഥ എന്നതിനെക്കുറിച്ച് ചേരുന്ന വാക്കുകൾ ബ്രാക്കറ്റിൽ നിന്നും തിരഞ്ഞെടുത്ത് എല്ലാവരും പദസൂര്യൻ പൂർത്തിയാക്കുക. बच्चों, अब आप सबसे विदा लेने का समय आ गया है. आज की प्रस्तुति यहाँ समाप्त होती है. धन्यवाद.